ഉണ്ടായിരുന്നോ? എന്തായാലും നന്നായി. ആ കേറിയിരിക്കുട്ടിയ കേറിക്കൊന്നും വേണ്ട. ഇത് ചോറ് തിന്നിക്കണാ? ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടോ? ഇവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഇല്ല, നാടൻ ചോറാണുള്ളൂ. എനിക്ക് മാങ്ങ തിന്നോ? ഞാൻ നല്ല നാടൻ കല്ല് കുടിച്ചു വരിക, അതിന്റെ മേലെ നാടൻ ചോറ് പറ്റൂല. നമ്മള് തമ്മില് ചെറിയൊരു ഇടപാടുണ്ടല്ല. മോളെ കെട്ടിച്ച വകയില് ഒരു 5 പവന് തരാണ്ട്. അതിപ്പോ എനിക്ക് തരാൻ കഴിയില്ല മൂസക്കുട്ടി. എന്റെ അവസ്ഥ എനിക്ക് അറിയില്ലേ? നിങ്ങളുടെ അവസ്ഥ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. തരാന്ന് പറഞ്ഞാൽ തരണം. ഇല്ലെന്നല്ലേ നിങ്ങളെ മോളെ ഞാൻ ഇവിടെ കൊടുന്നാക്കും. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഈ പണ്ടത്തിന്റെ പേരിലേ പിന്നെ മോളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. എനിക്കറിയാത്. തരാന്ന് പറഞ്ഞത് കിട്ടുന്ന വേറെ സ്വഭാവം ഞാൻ കൊടുക്കൂല. 8 ദിവസം കൂടി ഞാൻ കാക്കും, അല്ലെങ്കിൽ ഞാൻ മോളെ ഇവിടെ കൊടുന്നാക്കും. എന്റെ കയ്യിലില്ലാത്തതല്ലേ, എന്തെങ്കിലും ഞാൻ തരൂല. ഞാൻ പോവാ. അലൈക്കും മുസ്സലാം. 2-3 ദിവസമായാലും അവർക്ക് പണിക്ക് വന്നിട്ട്. എന്ത് പറ്റി? നല്ല സുഖം തോന്നിയില്ല, തലവേദന പരിഹരിച്ച്. ഡോക്ടറെ കാണിച്ചോ? വേദണ്ടാ? ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഒരു ചുക്കുകാപ്പിയൊക്കെ ഉണ്ടാക്കിയത് കുടിച്ച് കുറച്ച് സമാനുണ്ട്. ഇപ്പത്തെ പനി വെച്ചുകൊണ്ടിരിക്കണ്ട. ചുക്കുകാപ്പി കുടിച്ചാലൊന്നും ഭേദാവൂല. ഡോക്ടറെ തന്നെ കാണിക്കണം. എന്റെ അടുത്ത് 5ന്റെ പൈസ ഇല്ല. 500 ഉറുപ്പെങ്കിലും ഞാൻ ഡോക്ടർക്ക് പോകാൻ പറ്റുമോ? ഞാനവിടെ പണിക്ക് പോയിട്ട് 2-3 ദിവസമായി. പൈസ ഇല്ല. 10-500 ഞാൻ തന്നീനല്ലോ. കടം വാങ്ങാൻ പേടിയാണ് സുലൈമാനെ. എനിക്കിതിനെ പറ്റി ആരാണ് വീട്ടാനുള്ളത്? ഒരു കടക്കാരനായി മരിക്കാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാതിക്ക, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ കാടും കല്ലൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. അതൊക്കെ ശരിയാണ്. ഒരു കടങ്ങനെ ബാക്കി വെച്ചതിന് പല അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. ജീവിക്കണോ മരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. കാതിക്ക, ആത്മഹത്യ ചെയ്താല് നിയമമില്ലാത്ത മരണമാണ് സുലൈമാന്. അത് പേടിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഈ കാതിർക്ക എല്ലാം മരിച്ചിട്ടുണ്ടോ? കാതിർക്ക, ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സുലൈമാനെ, എന്റെ നാളെ കെട്ടിച്ചതിന് ഒരു 5 പവനും കൂടി ഞാൻ കൊടുക്കാണ്ട്. അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്റെ മകന് 8 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറഞ്ഞതാണ്. അതില്ലെങ്കിൽ മോളെ പെരിയിൽ കൊന്നാക്കി തരുന്ന പറഞ്ഞിട്ടുണ്ടത്. അതിന്റെ ഉള്ളിൽ ഞാൻ വളരെ വിഷമത്തിലാണ് സുലൈമാന്. 3-4 കുട്ടികളായില്ലോ എനിക്ക്. ഇപ്പോൾ ഞാൻ പണ്ടം ചോദിച്ചുകൊണ്ടിരിക്കുക. കൊടുത്ത 15 പവനവൻ കള്ളുടിച്ച് കഴിച്ചു. ഇന്നൊരു 5 പവനോട് കൊടുക്കാണ്ട്. അതും കൂടി പോകാനൊക്കെയാണ് കിട്ടണം. നിങ്ങൾ സമാധാനപ്പെടി. ഞാൻ പോകാനും നേരിട്ടൊന്ന് കാണട്ടെ. എന്തെങ്കിലും നമുക്കൊരു പരിഹാരം കാണാം. നിങ്ങൾ സമാധാനപ്പെടി. എന്നാ കൊണ്ടേക്കോ. എപ്പോഴും കൊണ്ടിട്ടാ. സലാമലൈക്കും. ഞാൻ സലാം പറയുന്നുണ്ട്, ഇത് മറക്കലില്ല കേട്ടോ. ഞാൻ കള്ളൂരമ്മയോട് സലാം മറക്കലില്ല. അതിന് മറുപടി ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. എന്റെ അമ്മോസം എനിക്ക് എത്ര പവൻ തരാണ്ട്? ഇജ്ജ് തരുമോ? അല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. എന്റെ ഭർത്താനം കണ്ട് ഇജ്ജ് തരണ കാര്യമാണല്ലോ. ഇജ്ജ് അയാളെ വല്ലാതെ വേദനിപ്പിക്കണ്ട. അയാൾ ഉള്ളപ്പം തരും. ഇത് ഞങ്ങളെ കുടുംബകാരിയാണ്. ഇതിൽ ഇജ്ജ് തലയിടണ്ട. അയാൾ 15 പവൻ പണ്ടർക്ക് തന്നിരുന്നല്ലോ. അതൊക്കെ എവിടെ? ഇതൊക്കെ ചോദിച്ചാൽ ഇജ്ജ് ആരാടാ? ഇന്നിജ് അയാളെ വേദനിപ്പിച്ചാല് അയാൾക്ക് ആൾക്കാരുണ്ടെന്നുള്ള ഞാൻ കണ്ട് കാണിച്ചു തരും.
ഇതിനൊക്കെ മറുപടി ഞാനേ മറ്റന്നാൾ ഞാൻ പറഞ്ഞുതരാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മരോനിപ്പോ അവിടെ ഞാൻ ആ പണിയെടുക്കുന്നിടത്ത് വന്നിരുന്നു. നാളേനിപ്പോ എന്നോട് ആ പറഞ്ഞ ദിവസപ്പോ. നിങ്ങളൊരു പേരും പേടിച്ചണ്ട, നിങ്ങൾ വരി പോയിക്കോളി. അതെന്താ വേണ്ടച്ച ഞാൻ ചെയ്തോളാം. എവിടെയാന്റെ കാതർക്ക? ഈ ഭാഗത്തോടെങ്കിലും ഉണ്ടാ? എന്നാടാ പറഞ്ഞ ദിവസം. എനിക്ക് കാതർക്കാനേ, എനിക്ക് അമ്മോശനാണ്. ഓയി നോക്കണ എവിടെ ഉണ്ടാകും. ഇന്ന് മൂപ്പര മോളെ പണ്ടം കിട്ടില്ലെങ്കിൽ ഇന്ന് പേരിലവിടെ കൊണ്ടാക്കും. അനക്കെന്തൊരു പറയണ്ട. അയാളൊരു പാവാണ്, അയാളെ കയ്യിലൊന്നുമില്ല. എനിക്ക് തരാനുള്ള പണ്ടത്തിന്റെ പൈസ അയാൾ ഉണ്ടാകുമ്പോൾ തരൂ. അയാളെ കാണാനാണ് ഞാൻ പോണത്, ഇല്ലെങ്കിൽ അയാൾ അവസാനാണെന്ന്. മനുഷ്യന് സ്വസ്ഥത കൊടുക്കാത്ത നായിക മോനെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാന് വേണ്ട വേണ്ടെന്ന് പല പ്രാവശ്യം വിചാരിച്ചതാ സുലൈമാന്. ഞാനെന്റെ ജീവനെടുക്കാൻ പോവാണ്. മാത്രം ഞാൻ വിഷമപ്പെട്ടിരിക്കുന്ന ആ ഭാവനെ കൊണ്ട് ഞാന്. നിങ്ങൾ മരുവനെക്കൊണ്ട് ബുദ്ധിമുട്ടാകണ്ട, ഓനെ ഞാൻ കൊന്നോ. ഞാനെന്താ ചെയ്യുന്ന സുലൈമാനെ?